ടോഫി ബനാന ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി 1/2 കപ്പ് മൈദാമാവ്, 1/4 കപ്പ് കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ എണ്ണ, ഇത്രയും കുറേശ്ശെ വെള്ളം ഒഴിച്ച് കലക്കിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് 3 റോബസ്റ്റ പഴമാണ് ചേർക്കുന്നത്. മുകളിൽ വിതറാനായിട്ട് കുറച്ച് എള്ള് എടുത്തിട്ടുണ്ട്. കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട് 1/2 കപ്പ് പഞ്ചസാര, പിന്നെ വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ. ഈ മാവ് കട്ടയില്ലാതെ ആദ്യം ഒന്ന് നന്നായിട്ട് കലക്കിയെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം പഴം ചെറുതായിട്ടൊന്ന് ചരിച്ച് അരിഞ്ഞെടുക്കുക. പഴം ഒരുപാട് പഴുത്തതും ആവാൻ പാടില്ല, എന്നാൽ അധികം പച്ചയാവാൻ പാടില്ല. ഒരു മീഡിയം സൈസിലുള്ള പഴമായിരിക്കണം. ഇത് ചരിച്ച് ഒന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം കോൺഫ്ലവറിലേക്ക് ഈ പഴം ഒന്ന് പൊതിഞ്ഞെടുക്കും. അതിന് ശേഷമാണ് കലക്കി വെച്ചിരിക്കുന്ന മാവിൽ മുക്കി എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കുന്നത്. ഈ കോൺഫ്ലവറിലേക്ക് ഒന്ന് പൊതിഞ്ഞെടുക്കാം. മാവിലേക്ക് ഈ പഴം മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിരുന്നതിലേക്ക് മുക്കി എണ്ണയിലേക്കിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതെല്ലാം വറുത്തെടുക്കാം. ഇതെല്ലാം വറുത്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഈ പഴം അതിലേക്കിട്ടൊന്ന് പൊതിഞ്ഞ് നന്നായിട്ട് തണുത്തിരിക്കുന്ന ഐസ് വാട്ടറിലേക്ക് ഇട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് വറുത്തെടുത്തതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാം. കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട് 1/2 കപ്പ് പഞ്ചസാര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കളർ മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കണം. നന്നായിട്ട് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന പഴം ഇതിനകത്തേക്കിട്ട് ഒന്ന് കോട്ട് ചെയ്ത് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഒരു കളറായി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് വറുത്ത് വെച്ചിരിക്കുന്ന ഇതിനകത്തേക്ക് ഇട്ടൊന്ന് പൊതിഞ്ഞ് അടുത്ത് തന്നെ തണുത്ത വെള്ളം എടുത്ത് വയ്ക്കാം. ഇതിലേക്ക് നേരെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉടനെ തന്നെ പ്ലേറ്റിലേക്ക് മാറ്റണം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളുത്ത എള്ളാണ് വിതറിയെടുക്കുന്നത്.
ഇത് പുറമേ നല്ല ക്രിസ്പി, ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഇതാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളുത്ത എള്ളാണ് വിതറുന്നത്.